മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 8/9/2000 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരാടമാണ് നക്ഷത്രം. പൂരാടം 3-ാം പാദം. മകരലഗ്നം. 2, 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ വ്യാഴം, ശനി. 6-ൽ രാഹു. 7 ശൂന്യം. 8-ൽ സൂര്യൻ, കുജൻ. 9-ൽ ബുധൻ, ശുക്രൻ, ഗുളികൻ. 10 ശൂന്യം. 11 ശൂന്യം. 12-ൽ ചന്ദ്രൻ, കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് അല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള നെഗറ്റിവിറ്റി കൂടുതലുള്ള, അല്പം ഒരു ടോക്സിക് മൈൻഡ് സെറ്റൊക്കെയുള്ള ഒരു പൊതു സ്വഭാവം കാണിക്കുന്ന ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി 5-ൽ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു. സാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു. പൊതുവേ അത് നല്ലതാണ്. പക്ഷേ 6-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടി ലഗ്നാധിപനായിട്ടുള്ള ശനിയിലേക്ക് വരുന്നത് നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അവിടെ ശനി രാഹു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, എക്സ്ട്രീം നെഗറ്റീവ് തന്നെയാണ്. ലഗ്നം എന്നാൽ ആ വ്യക്തി, ലഗ്നാധിപൻ എന്നാൽ ആ വ്യക്തിക്ക് അധിപനായിട്ടുള്ള ഗ്രഹം. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതല്ല. 1. 2, ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്താണ് പ്രസ്തുത ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി നിൽക്കുന്നത്. അവിടേക്കാണ്, മനസ്സിൻ്റെ സ്ഥാനത്തേക്കാണ് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടി വരുന്നത്. സൂത്രബുദ്ധി, കൗശലബുദ്ധി പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അതേ ഇടത്ത് തന്നെയാണ്. രാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഇല്യൂഷൻസ് ആണ്. അതിൻ്റെ അധീനതയിൽ വരുന്നതാണ് സൂത്രബുദ്ധി, കൗശലം കാണിക്കുക, അല്ലെങ്കിൽ നുണ പറയുക, അല്ലെങ്കിൽ കുരുട്ടുബുദ്ധി പ്രയോഗങ്ങൾ നടത്തുക തുടങ്ങിയ നാടൻ പ്രയോഗങ്ങൾ അറിവുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ ചോദിക്കാം, വ്യാഴം അവിടെ നിൽക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ വർഗോത്തമം ചെയ്ത വ്യാഴവുമാണ്. പക്ഷേ ശനിയുടെയും രാഹുവിൻ്റെയും പിടുത്തത്തിൽ നിന്ന് മോചിതനായ ശേഷം മാത്രമാണ് വ്യാഴം അവിടെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. ഇനി അടുത്തത്, മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ. ഇവിടെ അത് 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹവും ചന്ദ്രനാണ്. 12-ൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് നിൽക്കുന്നു കേതുവിനോടൊത്ത്. അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടിയുമുണ്ട്. 7-ാം ഭാവാധിപൻ വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ 12-ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് പോലെയുള്ള, പ്രണയം പോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇത്തരക്കാർക്ക് പൊതുവേ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തേക്കപ്പെടാം. അതാണ് അതിൻ്റെ ഉത്തമമായ പ്രയോഗം ഇപ്പോഴത്തെ കാലത്തിൽ. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ഇദ്ദേഹം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇത്തരക്കാർ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായിട്ട് ജാതകവും നാളും പൊരുത്തവും ഒക്കെ കൃത്യമായിട്ട് ഗ്രഹനില തന്നെ വെച്ച് നോക്കി അത് ഉത്തമമാണ് എങ്കിൽ, എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്ത് പോവുക. അതല്ലാത്ത പക്ഷം ചില ഗ്രഹനിലകളുടെ ഒരു പാറ്റേൺ വെച്ച് നാള് പൊരുത്തം കാര്യങ്ങൾ നോക്കിയാൽ ഓക്കെ ആയിട്ടുള്ള ഗ്രഹനിലകളുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഇതുപോലുള്ള 7-ാം ഭാവാധിപനൊക്കെ 12-ൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്തൊക്കെ പോയി രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ കേതുവിനോടൊത്തൊക്കെ നിൽക്കുന്ന അവസ്ഥ. 12-ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ശനിയോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പോകേണ്ടുന്ന ആളുകളാണ്. അതല്ലാത്ത പക്ഷം കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത 100%. മാത്രവുമല്ല, രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി വിവാഹസ്ഥാനത്തേക്ക് തൻ്റെ 3ാമത്തെ ദൃഷ്ടി നടത്തുന്നുണ്ട്. അത് നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ശനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആക്റ്റീവാകുന്ന, പോസിറ്റീവായിട്ട് ആക്റ്റീവാകുന്ന ഗ്രഹമല്ല. ശനി ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഗ്രഹമാണ്. എന്ന് വെച്ചാൽ വ്യക്തിയെ ആ ഭാവം കൊണ്ട് നല്ല രീതിയിൽ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് ശനി അവിടെ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ ദോഷം മാത്രമേ ശനി കൊടുക്കുകയുള്ളൂ. ഇതാണ് ശനിയെ എല്ലാവരും വില്ലനായിട്ട് കാണുന്നതിൻ്റെ പ്രധാന കാരണം. എന്നാൽ വെറുതെ അല്ല അദ്ദേഹം, അല്ലെങ്കിൽ ആ ഗ്രഹം വില്ലൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ആക്റ്റീവ് ആക്കുക, ഗ്രഹത്തെ പോസിറ്റീവ് ആക്കുക ആദ്യം.
അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, പരിഹാരങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ശേഷം കാത്തിരിക്കുക. ആ സമയത്ത് അത് പോസിറ്റീവാകും, അത് ആക്റ്റീവാകും, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ആക്റ്റീവാകും. അല്ലാതെ നോർമലി ചെന്ന് ആക്റ്റീവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രഹമല്ല ശനി എന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹകാരക ഗ്രഹം 5-ാം ഭാവാധിപനും ശുക്രനാണ് നിൽക്കുന്നത്. ഗുളികനോടൊത്താണ്. നീചനാണ് ശുക്രൻ ഇവിടെ. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അത് ഗുളികനോടൊത്ത് നിൽക്കുന്ന ഗ്രഹമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിവാഹകാരകൻ 5-ാം ഭാവാധിപൻ, സൂത്രബുദ്ധി, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ, മാത്രവുമല്ല വിവാഹ ജീവിതത്തെ അത് ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായും പരിഹാരങ്ങൾ എടുത്ത് കൃത്യമായി ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും പോകേണ്ടുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ക്രൂക്കഡായിട്ടുള്ള വഴികളിലൂടെ, കുരുട്ട് മാർഗ്ഗങ്ങളിലൂടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതി ഇത്തരക്കാർ പൊതുവേ നിർത്തുക. തോട്ട് പ്രോസസ്സ് പോസിറ്റീവാക്കി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രനെ കൊണ്ട് മനസമാധാനം, അല്ലെങ്കിൽ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ, 12-ൽ നിൽക്കുന്നു കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറയുമ്പോൾ പൊതുവേ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, മനസ്സിന് ടെൻഷൻ, അതല്ലെങ്കിൽ ഓവർ തിങ്കിങ്, ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആത്മവിശ്വാസത്തെ കെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നൊരുക്കത്തോടു കൂടി പോകേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിൽ ജനിച്ചു 2007 വരെ ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ 2013 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2023 വരെ, ശേഷം 7 കൊല്ലം കുജൻ 2030 വരെ, ശേഷം രാഹു 2048 വരെ, ശേഷം ഗുരു 2064 വരെ, ശേഷം ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചൊവ്വയിൽ ഗുരുവാണ് നിലവിൽ നടക്കുന്നത്. 2025 ഫെബ്രുവരി 28 തൊട്ട് 2026 ഫെബ്രുവരി 4-ാം തീയതി വരെ, എന്ന് വെച്ചാൽ ഇന്ന് വരെ. അതിനുശേഷം ശനിയുടെ അപഹാരമാണ്. ശനിയുടെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് പ്രത്യേകിച്ചും 5-ൽ നിൽക്കുന്ന ശനിയാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ശ്രദ്ധിക്കുക. ലഗ്നാധിപനാണ്. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വേണം പോകാനായിട്ട്. നിർബന്ധമായും പരിഹാരങ്ങളൊക്കെ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.